റോയ്ചായ, വലിയ ദയനീയമായ തോൽവിക്ക് പിന്നാലെ CPM അവരുടെ അണികൾക്കും പ്രവർത്തകർക്കും നൽകിയ മികച്ചൊരു ഓഫറാണ് നിങ്ങൾ നേതൃത്വത്തെ വിമർശിച്ചോളൂ എന്നുള്ളത്. എന്നാൽ ആ ഓഫർ പിൻവലിച്ചതുപോലെയാണ് പരസ്യമായ വിമർശനം വേണ്ട, പാർട്ടിക്കുള്ളിൽ രഹസ്യമായി പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതുകൊണ്ട് തെറ്റ് തിരുത്താൻ പറ്റുമോ? ഒരു തെറ്റ് CPM എവിടെയാണ് തെറ്റ് തിരുത്തിയിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയാണ് തെറ്റ് തിരുത്തിയിട്ടുള്ളത്? ഏതെങ്കിലും തെറ്റ് തിരുത്തിയിട്ടുള്ളത്? കൂട്ടക്കൊല നടത്തിയ റഷ്യയിലെയും പിന്നെ ചൈനയിലെയും ഭരണാധികാരികൾ അത് തെറ്റേറ്റു പറഞ്ഞിട്ടുണ്ടോ? ഒരു തെറ്റും ഇന്നുവരെ. ഇവിടെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, മറ്റേ ഈ ക്ഷീരവില 101 ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സ്ഥിരമായി കേൾക്കുന്ന കാര്യം തെറ്റ് തിരുത്തും തെറ്റ്. ഏത് തെറ്റാ തിരുത്തിയത്? ആശാമാരുടെ സമരം ഇവിടെ നടന്നു. ആശാമാരുടെ സമരത്തോടെ എന്താണ് സർക്കാർ സ്വീകരിച്ച സമീപനം? ഇപ്പൊ ബിനോയ് വിശ്വം പറയുന്നു അത് അവരുടെ സമരം തൊഴിലാളി സമരം വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അത്തരം തെറ്റുകൾ നിങ്ങൾ തിരുത്തേണ്ട സമയത്ത് തിരുത്തുന്നില്ലല്ലോ. നിങ്ങൾ 10 വർഷം മുമ്പ് ചെയ്ത തെറ്റ് ഇനിയും തിരുത്തിയിട്ട് എന്ത് കാര്യം? തെറ്റ് തിരുത്താനുള്ളതല്ല, തെറ്റ് സംഭവിക്കാതിരിക്കാൻ ആരും ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രമിച്ചിട്ടില്ല. തെറ്റാണെന്ന് നടക്കുന്നെന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് കേൾക്കാനും തയ്യാറാണ്. അപ്പം നിങ്ങൾ ന്യായീകരണ തിലകങ്ങളെ ഇറക്കി നിങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യായീകരണമൊക്കെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും സാമ്രാജ്യത്തെ ശക്തികൾ ഇറങ്ങി പിന്നെ സർക്കാരിന്റെ ഭരണത്തെ തകർക്കാൻ ശ്രമിച്ചു, തീവ്രവാദികൾ വന്നു, മറ്റൊരു വന്നു, മറിച്ചൊരു വന്നു എന്നുള്ള സ്ഥിരം നാടക ഡയലോഗാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടി കമ്മിറ്റികളിൽ നിങ്ങൾ ഏതാണ്ട് ഒരു ഔദാര്യം പോലാണ് പറയുന്നത്, ഇല്ലേ? സ്വതന്ത്രമായി സംസാരിക്കുക. എന്തിനാണ് ഒരു ജനാധിപത്യ പാർട്ടിയിൽ മനുഷ്യൻ ജീവിക്കുന്ന ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിങ്ങൾ അവർക്ക് പറയാനുള്ള കാര്യം പറയാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല, ഇല്ലേ? അവിടെ മറ്റേ നമ്പറ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് മാത്രമേ നിൽക്കളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പേടിച്ച് പലരും സ്ഥാനം പോവും, മാനം പോവും, പദവി പോവും എന്നൊക്കെ ഉള്ളതുകൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു, പേടിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഭയം, ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഭയപ്പെടുത്തൽ നിർത്തി കഴിഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ പറയേണ്ടി വരുന്നില്ല. ഇതൊരു നാണക്കെട്ട കാര്യമാണ്. അല്ല, അതിൽ നിന്നാണ് വ്യക്തമാകുന്നത് അണികളും നേതാക്കളും തമ്മിലുള്ള ദൂരം വളരെ വലുതാണെന്നുള്ള അത് വ്യക്തമാവുകയാണ് ഈ ഒരു. അത് നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ പാർട്ടിക്ക് അത് ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട്, സ്വയം വിമർശനം നടക്കും, മറ്റേത് നടക്കും, മറിച്ച് നടക്കും, തെറ്റ് തിരുത്തും, തേങ്ങാക്കൊല എന്നൊക്കെ പറയുന്നതല്ല, ഒന്നും നടക്കുന്നില്ല. ഞാൻ ചോദിക്കാം, നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സുഹീത്ത് പറഞ്ഞ ഒരു ഓഫർ വെക്കുകയാണ്. ഏതാണ്? ഈ കടകാലിയാക്കൽ എന്ന് പറയുന്ന പോലുള്ള ഡയലോഗാണിത്. കടകാലിയാക്കലിനെ പോലെ തന്നെയാണ് അത്. ഒരു വൃത്തികെട്ട ഒരു ഓഫറാണ് വെച്ചിരിക്കുന്നത്. ഏതാ? സ്വതന്ത്രമായി സംസാരിക്കുക. നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ സ്വതന്ത്രമായി സംസാരിക്കാൻ അനുവദിക്കാത്തതിന് ദുരന്തമാണ് ഇപ്പൊ സംഭവിച്ചത്. ഇത് നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ ആലോചിക്കാൻ? നിങ്ങൾ എന്തുകൊണ്ട് സ്വതന്ത്രമായി സംസാരിക്കാൻ ചോദിക്കുന്നവരെ നിങ്ങൾ പുറത്താക്കും, ഇല്ലേ? അവരുടെ പേര് നടപടി എടുക്കും, അല്ലെങ്കിൽ അവരുടെ പേര് 2 പെണ്ണ് കേസ് ചാർത്തി കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ പേര് പണാപഹരണ കേസ് ചാർത്തി കൊടുക്കും. ഇതാണ് CPM-നകത്ത് കാലാകാലങ്ങളാണ്. അതുകൊണ്ടാണ് പലരും ഭയന്ന് ഈ പിന്നെ സ്വതന്ത്രമായി സംസാരിക്കാത്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാർട്ടിക്കകത്ത് സ്വതന്ത്രമായി സംസാരിക്കേണ്ടി വരുന്നത്? കഴിഞ്ഞ 10 കൊല്ലം അല്ലെ 10-16 വർഷം നിങ്ങളുടെ ഈ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരുന്നതാണ് ഭയപ്പെടുത്തി നിങ്ങളെ മൗനികളാക്കുന്ന പണിയായിരുന്നു ചെയ്തുകൊണ്ടത്. നിങ്ങൾ സ്വതന്ത്രമായി സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരുന്നില്ല. ആൾക്കാർ പല കാര്യങ്ങൾ തുറന്നു പറയും, പരസ്യമായിട്ട് പറയും, ഇല്ലേ? പരസ്യമായി പറയുന്നതിന് നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങളുടെ പാർട്ടിയിലെ ഒരു അംഗം വന്ന് പുറത്ത് ചില കാര്യങ്ങൾ പുറത്ത് പറയുന്നു, അതിനകത്ത് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അത് തിരുത്തേണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താമല്ലോ, ഇല്ലേ? എല്ലാം നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങളുടെ സെക്രട്ടറിമാരും പിന്നെ മുതിർന്ന നേതാക്കളും അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഉദാഹരണം തന്നെ, ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നു. എന്തുകൊണ്ടാണ് പത്മകുമാറിനെതിരെ നടപടി എടുക്കാതെ നിങ്ങൾ പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തിയത്? നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ സമയാസമയങ്ങളിൽ നടപടി എടുക്കേണ്ടത് നിങ്ങൾ എടുക്കാൻ തയ്യാറാണ്. അയാളുടെ ഭരണകാലത്താണ് സ്വർണം ചെമ്പാണെന്ന് പറഞ്ഞ് കള്ളക്കഥ എഴുതി കൊണ്ടുപോയത്. വാസു ഈ പാർട്ടിയുമായിട്ട് ഏറ്റവും അടുപ്പത്തിൽ നിൽക്കുന്നതാണ്. അന്നേരം എന്തോ ന്യായീകരണം പറഞ്ഞ് അവരുടെ കുറ്റപത്രം കൊടുക്കട്ടെ, അന്നേരം ഞങ്ങൾ നടപടി എടുക്കും. ഏത് കുറ്റപത്രം എവിടെ കൊടുത്തു? വല്ലതും കൊടുത്തോ? ഏതെങ്കിലും കൃത്യമായിട്ട് പിന്നെ അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനായിട്ട് എന്തെങ്കിലും ശ്രമം നടത്തിയോ? സ്വർണം അടിച്ചുകൊണ്ട് പോയി തിരിച്ചെടുക്കാൻ പറ്റിയോ? ഒന്നും ചെയ്തില്ല. ഈ ഭരിച്ച 10 വർഷവും ഇങ്ങനെ അല്ലെങ്കിൽ ഈ ആരോപണം വന്ന കാലഘട്ടങ്ങളിൽ CPM ഒന്നും ചെയ്തില്ല ഈ പ്രതികളെ രക്ഷിക്കാൻ. ഇനി നിങ്ങൾ തുറന്ന ചർച്ചയാണ് ശബരിമലയെ കുറിച്ച് തുറന്ന ചർച്ച നടത്തിയിട്ട് എന്ത് കാര്യം? അല്ല, പത്മകുമാർ എവിടെയാണോ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഏത് ഘടകത്തിലാണോ പ്രവർത്തിച്ചിരുന്നത് അവിടെ തന്നെ ഇപ്പോഴും പ്രവർത്തിച്ചു. അതെ, ഞാനതാ പറഞ്ഞേ, ഇവര് തെറ്റ് തിരുത്തുന്നു എന്ന് പറയുന്നത് കള്ളത്തരമാണെന്നുള്ള മനസ്സിലായില്ലേ? ഇവരൊരു തെറ്റും തിരുത്തിയിട്ടില്ല. ഈ ആശമാരുടെ സമരത്തിനകത്ത് സ്വീകരിച്ച സമീപനം തെറ്റായി പോയെന്ന് പറയുന്നുണ്ട്. CPI-ക്കാർ ഇപ്പൊ പേടിച്ച് പറയുന്നുണ്ട്. അതും അവരും ഇതിനെക്കാട്ടി മഹാകള്ളന്മാരാണ്. കാരണം എന്താണ്? അവരും ഇതേപോലെ തന്നെ എല്ലാ വൃത്തികേടുകൾക്ക് കൂട്ടു നിൽക്കുകയും ഇതൊക്കെ അവരുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ ഒരു നടപടി എടുക്കാനോ അതിനുമേൽ ഇടപെടാനോ തയ്യാറാവാത്ത, കൊടിവെച്ച കാറിൽ ചീറി പാഞ്ഞപ്പോ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഇത് കണ്ണുകെട്ടി മൂടി നടക്കുക. ഇപ്പൊ എന്നിട്ട് പറയുകയാണ് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് സംസാരിക്കാമെന്ന്. പാർട്ടി പ്രവർത്തകർ സംസാരിക്കുമ്പോഴെന്താണ് ഇന്നത്തെ മാതൃഭൂമിയിലെ പ്രധാന വാർത്ത? MP ഗോവിന്ദൻ ഹാസ്യ കഥാപാത്രമാണ്. MP ഗോവിന്ദൻ ഹാസ്യ കഥാപാത്രമാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ ഇത്രയും മാസം എടുത്തു, ഇല്ലേ?
അദ്ദേഹം വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, പൊതുജനങ്ങളോട് സംസാരിക്കുന്നത് എല്ലാം ഞങ്ങൾ കണ്ടത് ഇല്ലേ. ഒരു മൈക്ക് ഓപ്പറേറ്റർ വന്ന് എന്തോ പറഞ്ഞതിന്റെ പേരിൽ അവരെ വിരട്ടുകയാണ്. ഇല്ല, ഇവരുടെ ഈ ധാർഷ്ട്യമാണ് പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ള പോലും മനസ്സിലാകില്ല. അത്തരം തെറ്റുകൾ തിരുത്തിയിട്ട് വേണ്ടേ പൊതുജനങ്ങളോട് നിങ്ങൾ തെറ്റ് തിരുത്താൻ പറയാൻ, പാർട്ടി അണികളോട് നിങ്ങൾ തെറ്റ് തിരുത്താൻ പറയാം. നിങ്ങൾ ആരാണ്, എവിടെയാണ് തെറ്റ് തിരുത്തുന്നത്? ഒരു തെറ്റും തിരുത്തുന്നില്ല. അതിങ്ങനെ തുടർന്നേ കൊണ്ടുപോവുകയാണ്. ഇപ്പോഴാണ് സുധാകരൻ പോയതിനു ശേഷമാണ് ആലപ്പുഴയിൽ സുധാകരനെ പിടിച്ചു നിർത്തണമെന്നുള്ള വിശദീകരണത്തിലേക്ക്. അന്നെന്താണ് സുധാകരനെ ചെറ്റ എന്ന് വിളിച്ച ടീമുകളാണ് ഇല്ലേ. ഒരു പാർട്ടിയുടെ ഉന്നത നേതാവായിട്ടിരുന്ന ഒരാളെ, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ചെറ്റ എന്ന് വിളിച്ച്, നിങ്ങൾ എന്തുകൊണ്ടാണ് അയാളുടെ മുഖത്ത് നോക്കി പറയുന്നത് നിങ്ങൾ ഇത് പറയുന്നത് ശരിയല്ല, ഇതൊരു സഭ്യേതരമായ വാക്കാണ്. ഒരു ഇന്നലെ വരെ നമ്മളോടൊപ്പം നിന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് നിങ്ങൾ ചെറ്റ എന്ന് പറയുന്നു. ഇപ്പൊ പിണറായി വിജയന്റെ വാക്കുകളൊക്കെ പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടായെന്ന് പറഞ്ഞു. പിണറായി വിജയൻ കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഈ പാർട്ടിയുടെ നേതൃത്വം നിൽക്കുമ്പം ഇതൊക്കെ തന്നെ പറയുന്നത്. പരനാറി എന്ന് പറയുന്നു, പിന്നെ നികൃഷ്ടജീവി എന്ന് പറയും. നിങ്ങൾ ആരാണ്, എവിടെയാണ് അയാളെ തിരുത്താൻ? അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഏതെങ്കിലും ഒരു CPM നേതാവിന് ധൈര്യം ഉണ്ടായി? ഒരു നേതാവിനും ധൈര്യം ഉണ്ടായില്ല. എന്നിട്ട് ഇപ്പം മാറിയിരുന്ന് ഒളിച്ച അടച്ചിട്ട മുറിക്കകത്തിരുന്ന് പിന്നെ ഞങ്ങൾ വിമർശിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എന്നും തുറന്നു പറയാം, പിന്നെ ഗോവിന്ദൻ ഹാസ്യ കഥാപാത്രമാണ്, പിണറായി വിജയൻ ഹാസ്യ കഥാപാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഒരു പിന്നെ സെലക്റ്റീവായിട്ടുള്ള വാർത്തകളാണ് ഈ പുറത്തു വിടുന്നത്. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. CPM എന്ന് പറയുന്ന പാർട്ടി ഈ ദുനിയാവിൽ ഒരിക്കലും ഒരു തെറ്റും തിരുത്താം. കാരണം MM മണി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് പാവപ്പെട്ട പിന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അവമാനിച്ച് സംസാരിച്ചു അല്ലേ. ഞങ്ങൾ തരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങി നക്കിയിട്ട് പോയിട്ട് ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇത്രയും അപമാനകരമായി സംസാരിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നിട്ട് പിന്നെ എന്ത് തെറ്റ് തിരുത്താനാ പോകുന്നത്? ഗ്രാമീണ ഭാഷ, എല്ലാത്തിനും ഗ്രാമീണ ഭാഷ, തെറി പറയുന്നത് ഗ്രാമീണ ഭാഷയായിട്ടാണ് CPM കണ്ടത്. ഞാനതാ പറഞ്ഞത്, CPM ഇന്ന് വരെ ഒരു തെറ്റും തിരുത്തിയിട്ടില്ല. ചുമ്മാ നാടക ഡയലോഗ് പോലെ ഈ ചർവണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തെറ്റ് തിരുത്തുന്നു. എവിടെ തെറ്റ് തിരുത്തുന്നു? ഒരു തെറ്റും തിരുത്തുന്നില്ല. തെറ്റും തിരുത്തിയിട്ടുണ്ടെങ്കിൽ MM മണിയെ പോലുള്ള ഒരാൾ ഇങ്ങനെ വന്ന് ഈ വേണ്ടാതീനം പറയുമ്പോൾ തിരുത്താൻ ശ്രമിക്കണ്ടേ? അയാളോട് അതിന് മറുപടി ചോദിക്കണ്ടേ? ഒന്നുമില്ല. നിങ്ങളിതൊക്കെ കണ്ടില്ല, നിങ്ങളിതൊക്കെ കേട്ടില്ല എന്ന് നടിക്കുമായിരുന്നു. പല കാര്യങ്ങളും ഇതേപോലെ തന്നെയാണ്. പിണറായി വിജയനെ ഇപ്പൊ തിരുത്താൻ ശ്രമിക്കുകയാണ്. ഇനി 80 വയസ്സായി പിണറായി വിജയൻ എവിടെ പോയി തിരുത്താനാണ്? ഒന്നും തിരുത്താൻ പോകുന്നില്ല. കാരണം ഓരോ മനുഷ്യനും സഹജമായ ചില സ്വഭാവ വിശേഷങ്ങളുണ്ട്, അതിനനുസരിച്ചേ പോവുള്ളൂ. ഇനി നിങ്ങൾ എവിടെ ഞാൻ തിരുത്താൻ? പിണറായി വിജയനോട് നിങ്ങൾ ഈ പറഞ്ഞത് തെറ്റായി പോയെന്ന് അയാളെ ഇരുത്തിക്കൊണ്ട് ചോദിക്കാൻ ധൈര്യമുള്ള ഏത് CPM നേതാവുണ്ട് കേരളത്തിലുണ്ട്? ആരും ചോദിക്കൂല. പിണറായി വിജയനും MV ഗോവിന്ദനും ഇല്ലാത്തപ്പോഴാണ് ആകാശത്തേക്ക് നോക്കിയാണ് ഈ വെടി വെക്കുന്നത് മുഴുവൻ. അല്ലാതെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം CPM-നകത്ത് ആരും കാണിച്ചില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പാർട്ടി ഈ ഗതികേടിലേക്ക് വരുത്തില്ല. ശ്രീജിത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഓഫർ വെക്കേണ്ട കാര്യവും വരുന്നില്ല. പാർട്ടി സെക്രട്ടറി വെച്ച ഓഫർ വെറും വേസ്റ്റ് ആണ്. അല്ല, അതിനകത്ത് ഒരു അർത്ഥമില്ല. അതൊരു ആത്മാർത്ഥമില്ലാത്ത ഓഫറാണ്. അതായത് നിങ്ങൾ പൊതുവേദികളിൽ ഇപ്പോഴല്ലല്ലോ ഈ ഓഫർ വെക്കേണ്ടിയിരുന്നത്. നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് ഈ അധികാരം ഉണ്ടായിരുന്ന ദിവസങ്ങളിലായിരുന്നു വെക്കേണ്ടത്. അങ്ങനെ ആയിരുന്നേ അവർ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചേനെ. പാർട്ടിക്കകത്ത് നടക്കുന്ന മോശം പ്രവണതയെക്കുറിച്ച് അവർ പറഞ്ഞേനെ വരുന്നേനെ. അവരൊക്കെ അത് പറയാനുള്ള ധൈര്യം ഉണ്ടാകും. കാരണം ഇത് പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. കടക്കു പുറത്തെന്നാണ് സർവ്വനേരവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതെങ്കിലും പറയാൻ ചെല്ലുന്നവരെ ഓടിക്കുക. എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ ഒരു പൊതുയോഗത്തിൽ വെച്ചല്ലേ ഈ ഇലക്ഷൻ കാലത്തല്ലേ ഒരു പാവപ്പെട്ട ഒരുത്തൻ ചോദിച്ചത്, ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞു? വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അത് നിങ്ങൾ ചോദിക്കാൻ, നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ മുഖ്യമന്ത്രിയെ തിരുത്തേണ്ടതല്ലേ? ആ പാവപ്പെട്ടവൻ പറയുന്ന ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കണമെന്ന് പറയണ്ടേ? അവരാണല്ലോ വോട്ട് ചെയ്യണ്ടേ. അവരൊക്കെ വോട്ട് ചെയ്തില്ല. ആ വീട്ടിലാണ് ഇപ്പൊ വോട്ടിരിക്കുന്നത് ഇല്ലേ? അപ്പൊ ഇവര് പിന്നെ എന്ത് തെറ്റ് തിരുത്തുന്നതിനെ കുറിച്ചാണ് സംസാരിക്കും? ഈ വട്ടം കൂടി പരിപ്പൂടെയും ചായ കഴിച്ച് ഈ ചർച്ച നടത്തിയിട്ട് എന്താ കാര്യം? ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണ്ടേ? പറയണ്ടേ? ഈ ആദ്യമേ പബ്ലിക്കിനോട് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളാണ് ഏറ്റുപറയേണ്ടത്. അതാണ് ഏറ്റവും നല്ല സംസ്കാരം. അതിലൊന്നും ഇല്ല. ഈ പറയും ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയ കാര്യത്തിൽ CPM എപ്പോഴെങ്കിലും ആ കുറ്റം ഏറ്റുപറയും. ശരിയാണ്, ഞങ്ങളുടെ ഭരണകാലത്ത് ഇങ്ങനെ സംഭവിച്ചു പോയി, നിങ്ങൾ ഞങ്ങളോട് പൊറുക്കണം എന്ന് പറയുന്നതിനകത്ത് എന്താ തെറ്റ്? നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്, തെറ്റ് തിരുത്തിയാണ് ഇവിടെ വരെ വന്നത്. ഏത് തെറ്റാ തിരുത്തിയത്? ഒരു തെറ്റും തിരുത്തിയില്ലല്ലോ. ഒരു തെറ്റും തിരുത്തിയില്ല. അത് തിരുത്താനുള്ള മനസ്സും കാണിച്ചിട്ടില്ല. അത് തെറ്റാണെന്ന് ഇന്നുവരെ ഏറ്റും പറഞ്ഞിട്ടില്ല. അതാണ് കുഴപ്പം. എന്നിട്ട് പിന്നെ ഇപ്പൊ എഴുതുന്ന വിശകലനം നടത്തി ന്യായീകരണങ്ങൾ ചമച്ച് എല്ലാം ഇരിക്കുകയാണ്. ഇനിയിപ്പോ സ്ഥിരം പറയുന്ന കുറെ ഡയലോഗേ പറയത്തുള്ളൂ. ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല, ശതമാനം കൂടി, പിന്നെ എന്തുവാണ് ഇതിന്റെ പിന്നിൽ സാമ്രാജ്യത്വ ശക്തി. ഈ സാമ്രാജ്യത്വ ശക്തി എടുത്ത് കടലിൽ കളയേണ്ട സമയം കഴിഞ്ഞു. സാമ്രാജ്യത്വ ശക്തികൾ വന്നിട്ടാണ് കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെ അപമാനിക്കുന്ന ന്യായീകരണങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ സത്യമായിട്ട് കണക്കാക്കുക. അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് മാത്രമേ സർവൈവൽ ഉണ്ടാകത്തുള്ളൂ. നോക്കിയേ, ഈ 34 കൊല്ലം ഭരിച്ചെടുത്ത് ഇതേ ന്യായീകരണങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത് അടുക്കാൻ പറ്റാത്ത, അവിടെ ഇപ്പൊ BJP ആണ് ഭരിക്കുന്നത് ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തുവാണ് അവിടെ സംഭവിക്കുന്നത്? ജനങ്ങളുമായിട്ട് അകന്നു പോകുന്ന പാർട്ടിക്കൊന്നും സ്പേസ് ഇല്ല.
അതാണ് അതിന്റെ സത്യം. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നന്മയുള്ള കാര്യങ്ങൾ പറയുക. ഇപ്പൊ ആശാമാർക്ക് 3000 രൂപ കൊടുത്തപ്പം അവന് വേറെ ന്യായീകരണങ്ങളാണ് പറയുന്നത്. 21,000 കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തില്ല. ഏതാ 10 വർഷം ഇതിൽ 10 പൈസ കൊടുക്കാത്തവരാണ് ഇപ്പൊ വന്നിട്ട് ന്യായം പറയുന്നത്.